ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ധാബ സ്റ്റൈൽ മസാല കുൽച്ചയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം നമുക്ക് മാവ് കുഴച്ചെടുക്കണം. അതിനായി ഒരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക. 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ഇനി ഇത് മാവിലോട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചായി വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നില്ലേ, അതേപോലെ വേണം കുഴച്ചെടുക്കാൻ. മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ ഒരൽപ്പം എണ്ണ തടവി കൊടുക്കുക. ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഫില്ലിംഗ് റെഡിയാക്കണം. അതിനായി 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉടച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഉള്ളി ചേർക്കണം. ഇത് ഒരു മീഡിയം സൈസ് ഉള്ളി നൈസായി അരിഞ്ഞതാണ്. ഇനി ഇത് ഉരുളക്കിഴങ്ങിലോട്ട് ചേർക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ മല്ലിയില കൊത്തിരിഞ്ഞതാണ്. ഇതും കൂടി ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇനി ഇത് നന്നായി കുഴച്ചെടുക്കുക. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് മാവ് തുറന്നു നോക്കാം. ഇത് ഒന്നുകൂടെ കുഴച്ചു കൊടുക്കുക. ഇനി ഇതിൽ നിന്ന് ബോൾസ് ഉണ്ടാക്കണം. ബോൾസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് മസാല കുൽച്ച റെഡിയാക്കാം. ചപ്പാത്തി പരത്തുന്ന പലയിലോട്ട് ഒരു ഉരുള മാവ് വെച്ചു കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കണം. മാവിന്റെ നടുവിലായി നമുക്ക് മസാല വെച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചു കൊടുക്കണം. അതിനായി ഇതുപോലെ പ്ലീറ്റ്സ് എടുത്ത് വേണം അടച്ചു കൊടുക്കാൻ. നല്ല ടൈറ്റ് ആയിട്ട് വേണം അടച്ചെടുക്കാൻ. ഞാൻ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുന്നുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇതിന്റെ മുകളിൽ കറുത്ത എള്ള് ചേർക്കാം. കുറച്ച് മല്ലിയില വെച്ചു കൊടുക്കാം. ഇനി പലയുടെ മുകളിൽ കുറച്ച് മൈദ തൂകാം. ഇതിന്റെ മുകളിൽ കുൽച്ച വെക്കുക. എള്ളും മല്ലിയിലയും ഉള്ള ഭാഗം ബോർഡിൽ തൊടുന്ന രീതിയിൽ വേണം വെക്കാൻ. ഇനി ഇത് പരത്തിയെടുക്കുക. ഇത് കട്ടിയിലും ആവരുത്, നേർത്തും പോവരുത്. ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിൽ മൈദ തൂകി അതിന്റെ മുകളിൽ പരത്തി വെച്ച കുൽച്ച വെച്ചു കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ദോശക്കല്ല് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ കുൽച്ച വെച്ചു കൊടുക്കാം. എള്ളും മല്ലിയിലും ഉള്ള ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാൻ. ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിന്റെ ചുറ്റിലും ബട്ടർ സ്പ്രെഡ് ചെയ്യുക. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. വീണ്ടും മറിച്ചിട്ട് കൊടുക്കുക. ഇത് പൊങ്ങി വരുന്നത് കണ്ടില്ലേ? ഇനി ഇതിന്റെ മുകളിൽ ബട്ടർ സ്പ്രെഡ് ചെയ്യുക. 2 വശവും നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്യുക. നമ്മുടെ ധാബ സ്റ്റൈൽ മസാല കുൽച്ച ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതൊരു ഭംഗിക്ക് വേണ്ടി ഞാനിവിടെ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കുക. അപ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഇൻഗ്രീഡിയൻസിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാട്ടോ. ഇത് നല്ല ട്രയാങ്കിൾ ഷേപ്പിലാണല്ലോ ഉള്ളത്. ഇത് ഞാൻ എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചു നോക്കട്ടെ.
മസാല ഒക്കെ ഉള്ളോണ്ട് കറിയൊന്നും ആവശ്യമില്ല. നിങ്ങൾ ഈ കുൽച്ച ട്രൈ ചെയ്ത് നോക്കണേ. ഈ റെസിപ്പി ഇഷ്ടമായി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലേ? ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെയുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.